ഹലോ ഗൈസ്, അങ്ങനെ സ്തുതി ആ ഒരു പിച്ചക്കാരന്റെ ഭ്രാന്തമായ വേഷത്തിൽ തന്നെ വീട്ടിലോട്ട് കയറി വരികയാണ്. കാനഡയിൽ പോവാൻ വേണ്ടി പിച്ചക്കാരന്റെ വേഷം എടുത്ത് സ്തുതിയുടെ വേഷം കണ്ടിട്ട് ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒറ്റയടിക്കുന്ന ചന്ദ്രമതി പറയുന്നുണ്ട്, നിനക്കുള്ള 14 ലക്ഷം രൂപ ഞാൻ തരാന്ന്. എന്നിട്ട് ചന്ദ്രമതി സ്തുതി ഒരുപാട് തല്ലിയിട്ട് പറയുന്നുണ്ട്, 14 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നീ എന്തിനാണ് പിച്ച എടുക്കാൻ പോയത്? നിനക്ക് ഞാൻ തരില്ലായിരുന്നു ആ പണം. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും രവിക്ക് യാതൊരു കുലുക്കവും ഇല്ലാട്ടോ. എന്തായാലും സ്തുതി ആ 14 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി എന്തായാലും ചന്ദ്രമതിയുടെ മനസ്സ് മാറുമോ? അതിനിടയിലൂടെ ശ്രീകാന്തും വർഷയും വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയുടെ മനസ്സിന് ചെറിയ രീതിയിൽ ഒരു മാറ്റമൊക്കെ സംഭവിക്കാണ്. എന്തായാലും കിടലും ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. നമുക്ക് ഈ എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും സുധിയെ കാറിൽ നിന്ന് പിടിച്ചിറക്കുന്നതാണ്. എടാ സച്ചി, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ലെന്ന്. ആഹാ, പിന്നെ നീ എന്ത് ചെയ്യാനാ ഭാവം? എന്തായാലും നിനക്ക് വീട്ടിൽ കയറണ്ടേ? നീ ആദ്യം പോയിട്ടെ നിന്റെ ഈ വേഷം മാറ്റ്. നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് ആകെ എന്തോ പോലെ. സച്ചി, അത് വേണോ? ഞാൻ പുറമേന്ന് ഡ്രസ്സ് മാറി വന്നോളാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ ഇറങ്ങാൻ നോക്കിയേ. ഹോ, എന്തൊരു നാറ്റമാണ് ഈ ഡ്രസ്സിന്. നീ എങ്ങനെ ഈ ഡ്രസ്സ് എടുത്തിട്ടത്? നിനക്ക് എന്റെ അടുത്ത് നിൽക്കുമ്പോ ഇങ്ങനെ, അപ്പൊ എത്രയോ മണിക്കൂറുകളായി ഇട്ട് നിൽക്കുന്ന എന്റെ അവസ്ഥ എന്താ? നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാനാ നിന്നോട് ഈ വസ്ത്രം ഇടാൻ പറഞ്ഞതെന്ന്. അപ്പൊ രേവതി പറയുന്നുണ്ട്, ദേ നിങ്ങൾ തർക്കിക്കാതെ ഒന്നും വരുന്നുണ്ടോ? അങ്ങനെ എല്ലാരും കൂടി വീട്ടിലോട്ട് കയറി വരികയാണ്. അകത്തോട്ട് കയറിയപ്പോ തന്നെ ചന്ദ്രമതി ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി എഴുന്നേൽക്കാണ്. എന്റെ വീട്ടിൽ പിച്ചക്കാരനോ? എടാ സച്ചി, നീ എവിടുന്നാണ് ഇയാളെ വിളിച്ചോണ്ട് വരുന്നത്? അപ്പൊ രവി പറയുന്നുണ്ട്, സച്ചി ഇതാരാ? അപ്പൊ സച്ചി പറയാൻ വരുന്നുണ്ട്, ഇത് നീ ഒന്നും പറയണ്ട. പെട്ടെന്ന് തന്നെ ഈ പിച്ചക്കാരനെ പുറത്തുകൊണ്ട് തള്ളാൻ നോക്ക്. എന്റെ വീട് എന്നെ അടിച്ചു തെളിച്ചാലും ശരിയാവത്തില്ല. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ നിഷ്കളങ്കമായ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്ക്. എടാ, നിങ്ങളുടെ സാമൂഹ്യ സേവനമൊക്കെ അങ്ങ് പുറത്ത്, അത് എന്റെ വീട്ടിൽ വേണ്ട കേട്ടോ. എന്നാ രവി നന്നായിട്ട് ആ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ രവിക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ടിട്ട് എന്നെ പേടിയാകുന്നു, ഒന്ന് പുറത്തേക്കാക്ക്. അമ്മേ, നിങ്ങൾ ഇവന്റെ മുഖത്തേക്ക് ഒന്ന് ശരിക്കും നോക്ക്. ഇത് നിങ്ങളുടെ മകൻ സുധിയാ? എന്റെ മകൻ സുധിയോ? അതെ, സുധി. അമ്മേ, സുധിയോ? അയ്യേ, നീ എന്താണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്ന അമ്മേന്ന്? അമ്മേ, ഞാൻ സുധിയാ. ഇതെന്താ, ഇവൻ വല്ല ഫാഷൻ ഷോയ്ക്കും പോയോ? പിന്നെ ഫാഷൻ ഷോയ്ക്ക് പോവാൻ പറ്റിയ വേഷം. നിന്നെ നാറുന്നുണ്ടല്ലോടെ സുധി, ഇതെന്താ നീ ഈ വേഷത്തിൽ? അപ്പയാണ് സുധി സച്ചിയുടെ മുഖത്തോട്ട് നോക്കുന്നത്. സച്ചി, ഞാൻ പറയാം, ദേ നീ ഒന്ന് പോയി കുളിച്ചേ. അപ്പൊ തന്നെ രവി പറയുന്നുണ്ട്, നിക്ക് പോവാൻ വരട്ടെ. എന്താ സച്ചി ഇവൻ ഈ വേഷത്തിൽ? അത് പിന്നെ അച്ഛാ, ഇവന് കാനഡയിൽ പോവാൻ വേണ്ടിയേ പിച്ചക്കാരന്റെ വേഷം കെട്ടി ഇറങ്ങിയേക്കുവാ. കാനഡയിൽ പോവാൻ വേണ്ടി പിച്ചക്കാരന്റെ വേഷം കെട്ടിയിട്ട് എന്ത് കാര്യം? ഇവൻ ഏതോ സ്വാമിജിയെ കാണാൻ പോയല്ലോ. അങ്ങേര് പറഞ്ഞു ഇവനോട് ഒരു ദിവസം പിച്ച എടുത്തിട്ട് ആ പിച്ച എടുത്ത തുക അവിടുത്തെ അമ്പലത്തിൽ നിക്ഷേപിക്കണമെന്ന്. അങ്ങനെ വന്നാ ഇവന്റെ ആഗ്രഹവും നടക്കും, ഇവന് വേണ്ട 14 ലക്ഷവും കിട്ടും. എന്നാ സ്വാമിജി പറഞ്ഞേക്കുവാ. അതാണെങ്കിൽ ഇവൻ അക്ഷരം പ്രതി അനുസരിച്ച് അവിടെ കൈനീട്ടിയിരിക്കുവായിരുന്നു. സത്യം പറഞ്ഞ ഇവന്റെ അവസ്ഥ കണ്ടിട്ട് എന്റെ തൊലി ഒരിഞ്ഞു പോയി അച്ഛാ. എന്ത് സുധി, സച്ചി പറഞ്ഞത് ശരിയാണോ? നീ പിച്ച എടുക്കാൻ പോയോന്ന്? അത് പിന്നെ നിവർത്തിക്കേടുകൊണ്ട് പറ്റിപ്പോയി അച്ഛാ. അമ്മ എനിക്ക് 14 ലക്ഷം രൂപ തന്നില്ലല്ലോ. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാനൊന്ന് അവിടെ പോയി നോക്കിയതാ. ഇതിനായിരുന്നോടാ കഷ്ടപ്പെട്ട് നിന്നെ പണം മുടക്കി ഇവിടെ വരെ എത്തിച്ചത്? ഇതും പറഞ്ഞോണ്ട് രവി തല്ലുന്നുണ്ട് സുധിയെ. അപ്പൊ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, മതി നിർത്ത്, മതി അവന് തല്ലിയത്. എനിക്ക് അവന്റെ വേഷം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് നീ 14 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പിച്ച എടുക്കാൻ പോയത്? അങ്ങനെ പോകുമ്പോ നിനക്ക് നിന്റെ അച്ഛന്റെ അമ്മയുടെ മുഖം ഒന്ന് ഓർത്തൂടായിരുന്നു? അമ്മേ, ഓർത്തിട്ട് എന്താ കാര്യം? അമ്മ അച്ഛൻ എനിക്ക് 14 ലക്ഷം രൂപ തരുമോ? അത് കിട്ടണമെങ്കിൽ ഞാൻ സ്വയം ശ്രമിച്ചല്ലേ പറ്റൂ. അതിനു വേണ്ടി ഒരു മാർഗമായിരുന്നു ഇത്. എന്നാലും 14 ലക്ഷം രൂപ നമുക്ക് സംഘടിപ്പിക്കാവുന്നതല്ലേ ഉള്ളായിരുന്നു. അതിന് നീ പിച്ച എടുക്കാൻ പോകേണ്ട ആവശ്യം എന്തിനായിരുന്നു? നിന്റെ ഈ വേഷം കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. ആ സമയത്ത് രവി പറയുന്നുണ്ട്, ഇവൻ ഈ വീട്ടിൽ നടിച്ച് പുറത്താക്കാൻ വേണ്ടത് അത്രമാത്രം ഇവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇതും പറഞ്ഞോണ്ട് രവി വീണ്ടും തല്ലാൻ പോവാണ്ടോ. അപ്പൊ സച്ചി തടുത്ത് നിർത്തുന്നുണ്ട്. അച്ഛാ വേണ്ട, പാവം അവന് 14 ലക്ഷം രൂപ കിട്ടാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സച്ചി. ഡാ, നിനക്ക് നാണം ഇല്ലല്ലോടാ. നിനക്ക് ജോലി ഇല്ലെങ്കിലേ സച്ചിയൊക്കെ ജീവിക്കുന്ന പോലെ ജീവിക്കേ. സച്ചിയെ അന്തസ്സായി ജോലി എടുത്തിട്ടാ ജീവിക്കുന്നത്, അല്ലാതെ ആരുടെയും കാൽച്ചോട്ടി പോയിട്ട് പിച്ച എടുക്കുന്നില്ല. നിന്നെയൊക്കെ പഠിപ്പിച്ച നേരം കൊണ്ട് സച്ചിയെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ എന്തെങ്കിലും നിലയിൽ എത്തിയിരുന്നേ. എന്റെ സച്ചി നന്നായിട്ട് പഠിക്കുമായിരുന്നു. എല്ലാം നിനക്ക് വേണ്ടി അവൻ ഉപേക്ഷിച്ചത്. ആ സമയത്ത് സച്ചി ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം അവരത് ആരോടും പറയരുത്, അറിയിക്കരുതെന്ന് വെച്ച കാര്യമാണ്. ഇത് കേട്ടിട്ട് സുധിയെ നെട്ടുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ രവിയേട്ട എന്റെ സുധിയെ കുറ്റപ്പെടുത്തി ഇവനെ തലയിൽ കയറ്റി വെക്കുന്നത്? കുഞ്ഞുനാളിൽ ഇവൻ എന്റെ മോനോട് ചെയ്ത തെറ്റെന്നും നിങ്ങൾ ഒറ്റയടിക്ക് മറന്നു കാണും. എന്നാൽ ഞാൻ ഇവനോട് മറക്കില്ല, ഇവനോട് ക്ഷമിക്കുകയില്ല. ചന്ദ്രേ, മതി നിർത്ത്. സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. നീ എന്തിനാ നിന്റെ മോനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ സച്ചി പറയുന്നുണ്ട്, അച്ഛാ വേണ്ട അച്ഛാ, ഇപ്പോഴത്തെ വിഷയം എന്താ? സുധി അറിവില്ലായ്മയുണ്ട് ഒരു തെറ്റ് ചെയ്തു, അതെല്ലാരും ക്ഷമിക്കേ.
സുധി, ഇനിയെങ്കിലും നീ ഇവിടെ എന്തെങ്കിലും ജോലി എടുത്ത് ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ നോക്ക്. കാനഡയിൽ പോണെന്നുള്ള ഉദ്ദേശമൊക്കെ വിട്. എടാ, അച്ഛന്റെ അമ്മയുടെ കയ്യിൽ അത്രയും പണം എടുക്കാനില്ല. അപ്പൊ പിന്നെ നീ ഈ കാനഡയിൽ പോണെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെക്കാതെ നടക്ക്. പിന്നെ നിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് നിനക്കൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പൊ പിന്നെ നീ ആ അമ്പലത്തിൽ പോയി പിച്ച എടുത്ത് ആ പൈസ അവിടെ ഇട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? നിങ്ങൾ എല്ലാരും എന്നെ കൈവടിഞ്ഞു. പിന്നെ എനിക്ക് അതല്ലേ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പൊ അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ചെല്ലാൻ നോക്ക്. എന്നാ കൃത്യസമയത്ത് തന്നെ ശ്രുതി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ശ്രുതിയെ കണ്ടപ്പോ തന്നെ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ, ഇതാരാ? ആ, ശ്രുതി. ശ്രുതിയോ? ശ്രുതി, നീ എന്താ ഈ വേഷത്തിൽ? അത് പിന്നെ എന്താ ശ്രുതി, ഒന്ന് തെളിയിച്ച് പറ. നീ എന്താ ഈ വേഷത്തിൽ? അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ, ഇനി അവൻ ഓരോന്നും ചോദിച്ച് വിഷമിപ്പിക്കല്ലേ. അവൻ ആ വസ്ത്രം മാറി വരട്ടെ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം. ശ്രുതി, നീ പെട്ടെന്ന് പോയി വേഷം മാറിയിട്ട് വാ. അങ്ങനെ ശ്രുതി അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, നീ ഒന്ന് വന്നേ ശ്രുതി, എനിക്ക് നിന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ആന്റി? നീ ആദ്യം വാ. എന്നിട്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ, നിനക്ക് നിന്റെ ഭർത്താവിന്റെ ഇപ്പോഴത്തെ വേഷം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? ശ്രുതി എന്തിനു ഈ വേഷം കിട്ടിയത്? ശ്രുതി ആരെങ്കിലും പിടിച്ചോ? ശ്രുതി മോഷണം തുടങ്ങിയോ? എന്താ ആന്റി, ഒന്ന് തെളിയിച്ചു പറ. അതൊന്നും അല്ല, എന്റെ മോന് പിച്ച എടുക്കാൻ തെരുവിലേക്ക് ഇറങ്ങിയേക്കുവാ. അയ്യോ, പിച്ച എടുക്കാനോ? എന്തിനു ശ്രുതി അങ്ങനെ ചെയ്തത്? എന്തിനു ചെയ്യാൻ? നീ നിന്റെ വീട്ടിൽ നിന്ന് 14 ലക്ഷം രൂപ എന്റെ മോന് കാനഡയിൽ പോവാൻ കൊണ്ടുകൊടുത്തോ? ഇല്ലല്ലോ. നിനക്ക് എന്തെങ്കിലും സ്വർണം ഉണ്ടെങ്കിൽ അത് പണയപ്പെടുത്തിയെങ്കിൽ എന്റെ മോന് പോവായിരുന്നു. ഇപ്പൊ അതും ഇല്ലാത്ത അവസ്ഥയല്ലേ? ആന്റി, എന്തുണ്ടെങ്കിലും എന്നെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ നിന്നെ ഇല്ലാതെ നിന്നിലായിരുന്നു ഞാൻ എന്റെ മകന്റെ പ്രതീക്ഷ മുഴുവനും കണ്ടിരുന്നത്. എല്ലാം നീയും നിന്റെ വീട്ടുകാരും ഒറ്റ അടിക്ക് അടിച്ച് തകർത്തില്ലേ? ദേ, ഇനി ആകെ ഒരു വഴിയുള്ളൂ. എന്റെ മോന് ദിവസവും ഭ്രാന്തനായിക്കൊണ്ടിരിക്കുക. അതിൽ നിന്നൊരു റിലീസ് കിട്ടാൻ വേണ്ടി നീ ഒരു 14 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ ആന്റി? ആകെ ഒരു മാർഗം ഇനി എന്റെ മുന്നിലുള്ളൂ. നിന്റെ പാർലർ, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ലോൺ എടുത്ത് എന്റെ മോന്റെ ആവശ്യം നീ നടത്തി കൊടുത്തേ പറ്റൂ. എന്താ? ഇത് കേട്ടപ്പോ തന്നെ ശ്രുതി ആകെ നീ ഞെട്ടിപ്പോവാണ് കേട്ടോ. പാർലർ വെച്ച് ലോൺ എടുക്കാനോ? അതെ, അത് നിന്റെ പേരിലല്ലേ. ഇനിയിപ്പൊ അതേ ഒരു മാർഗമുള്ളൂ. ദേ, ഈ വീടിന്റെ പേരിൽ ഒരുപാട് ലോണും കാര്യങ്ങളും ഉള്ളതാ. ഇനി ഇതിന്റെ പേരിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഒരു ലോണും കാര്യമില്ലാത്ത നിന്റെ കടയുടെ പേരിൽ തന്നെ എടുക്കാന്ന്. എന്റെ മോനെ, ഇനി എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. നിന്റെ അച്ഛൻ വന്നതിന് ശേഷം ആ പണം തിരികെ വാങ്ങ്. അപ്പൊ തന്നെ നിനക്ക് നിന്റെ കട വീണ്ടെടുക്കാലോ. നിനക്ക് അതിന് എന്താ ശ്രുതി പ്രശ്നം? അത് പിന്നെ ആന്റി, ഞാനിതിന് മുന്നേ പറഞ്ഞില്ലേ നമ്മളൊരു ബ്രാൻഡുമായി കൂടിച്ചേർന്ന് ചെയ്യുവാണെന്ന്. ആ ബ്രാൻഡിന്റെ സമ്മതം ഇല്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി ആ ബിൽഡിങ്ങിന് ഓണർ ആ ബ്രാൻഡുകാരാണോ? അല്ലല്ലോ, നിങ്ങളുടെ കൂടെ കൂടി ചെയ്യുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്താ ബുദ്ധിമുട്ട്? ദേ ശ്രുതി, ഞാനൊരു കാര്യം പറയാം. നീ എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ മോനെ എങ്ങനെയെങ്കിലും പണം നീ സംഘടിപ്പിച്ച് കൊടുത്തേ പറ്റൂ. ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ടുണ്ട് ചന്ദ്രമതി അവിടുന്ന് പോവാൻ കേട്ടോ. ആകെ വിഷമിച്ചോണ്ട് നിൽക്കുകയാണ് ശ്രുതി. ഈശ്വര, എങ്ങനെ പോയാലും എല്ലാം എന്റെ തലയിലോട്ടാണല്ലോ വരുന്നത്. എന്റേതല്ലാത്ത കടയിൽ നിന്ന് ഞാൻ എങ്ങനെ ലോൺ എടുക്കാനാ? ഇതും പറഞ്ഞ് വിഷമിച്ചോണ്ട് നിൽക്കുന്ന ശ്രുതിയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നതാണ്. ശ്രുതി, അമ്മേ. എടാ, എന്താടാ ഇത്? നീ ഒരുമാതിരി പിച്ചക്കാരെ വിളിക്കുന്ന പോലെ അമ്മേന്ന് നേരാവണ്ണം വിളിക്ക്. അമ്മേ. ഓ, നീ മിണ്ടാതിരിക്കുന്നു. നീ എന്നെ തൽക്കാലം ഒന്നും വിളിക്കണ്ട. ദേ, നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. എന്താ അമ്മേ? അത് പിന്നെ നീ ആഗ്രഹിച്ച 14 ലക്ഷം രൂപ നിനക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. അമ്മ ഈ വീട് വെച്ച് ലോൺ എടുക്കാൻ പോവാണോ? എന്ത് വെച്ച് ലോൺ എടുത്താൽ എന്താ? നിനക്ക് പണം എത്രയും പെട്ടെന്ന് കിട്ടും. എന്ത് വെച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പണം കിട്ടിയാ മതി. നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ടേ സത്യം പറഞ്ഞ അമ്മയ്ക്ക് എന്തോരം വിഷമായെന്നറിയോ? അതുകൊണ്ടാണോ അമ്മ ഈ പൈസ തരാൻ തീരുമാനിച്ചത്? അതെ, നിന്നെ ഇനി ഇങ്ങനെയൊന്നും കാണാൻ എനിക്ക് പറ്റില്ല. ഹോ, താങ്ക് ഗോഡ്. ഇതിനൊക്കെ സച്ചിയോടും രേവതിയോടും നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്താ നീ ആലോചിക്കുന്നത്? അതെ, ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു പോയതാ. വേറെ എന്ത് കാര്യം? അത് വേറൊന്നുമില്ല. കാനഡയിൽ പോവാൻ പറ്റിയില്ലല്ലോ നേരത്തെ ആലോചിച്ചതാ. നേരത്തെ അമ്മ തരുമായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പിച്ച എടുക്കാൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പണം തരാത്തോണ്ട് നീ ഇങ്ങനെയൊക്കെ പോകുമെന്ന് ആര് കണ്ടു? എന്തായാലും നീ ഇനി ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ സുധി. ശരി അമ്മേ. എല്ലാത്തിനും കാരണം ആ സച്ചിയാ. അവൻ എന്നെ എരികേറ്റിയതാ. ഞാൻ ഓരോന്ന് പറയുമ്പോ അവൻ എന്നെ എരികേറ്റുമല്ലായിരുന്നോ? ഇത് കേട്ടപ്പോ സുധിക്ക് വല്ലാതാവുന്നുണ്ട് കേട്ടോ. അപ്പൊ സുധി പറയുന്നുണ്ട്, അമ്മേ, സച്ചി ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തണ്ട. അവൻ സത്യം പറഞ്ഞ ഒരു പാവ അമ്മേ. പാവാണെന്നോ? ആര് പറഞ്ഞു അവൻ പാവാണെന്ന്? അവൻ പാവല്ല, മൂർഖം പാമ്പാ. പിന്നിൽ നിന്ന് ചവിട്ടാൻ അവൻ ശ്രമിക്കുന്നത്. നിനക്ക് എന്ത് പറ്റി സുധി? അമ്മേ, അവൻ പാവാണമ്മേ. അമ്മ വെറുതെ സച്ചിയെ കുറിച്ച് ഓരോന്ന് തെറ്റിദ്ധരിച്ച് വെച്ചേക്കുവാ. ആരെന്നോട് എന്ത് പറഞ്ഞാലും അവനോട് ഞാൻ പൊറുക്കത്തുമില്ല, ക്ഷമിക്കത്തുമില്ല. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയാണ്. അങ്ങനെ സച്ചിയുടെ അടുത്തോട്ട് സുധി വരുന്നുണ്ട് കേട്ടോ. ആഹാ, കുളിച്ച് കുട്ടപ്പനായോ? ഇതാര്? സുധിയോ? സച്ചി, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നിന്നോട് മാത്രമല്ല രേവതിയോടും പറയാനുണ്ട്.
എന്താ? ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് കാനഡയിൽ പോവാൻ പറ്റില്ലായിരുന്നു. കാനഡയിൽ പോവാനോ? അതിന് കാനഡയിൽ പോവാൻ ഞാനും രേവതി നിനക്ക് എന്ത് ചെയ്തു? എടാ, നിന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നത് 14 ലക്ഷം രൂപ ഞങ്ങൾ തരാന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. അല്ല, നീ ആദ്യം ഒന്ന് അടങ്ങ് സച്ചി, ഞാൻ കാര്യം പറയട്ടെ. നീ ഇങ്ങനെ തോക്കിനിടെ കയറി വെടിവെച്ചാലോ? അപ്പൊ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഒന്ന് അടങ്ങ്, ഇങ്ങനെയൊക്കെ എന്തോ പറയാനുണ്ട്. നീ പറ. നിങ്ങൾ കാരണം എനിക്ക് കാനഡയിൽ പോവാൻ പറ്റി. എനിക്ക് 14 ലക്ഷം രൂപ കിട്ടി. 14 ലക്ഷം രൂപ ഞങ്ങൾ കാരണം കിട്ടിയെന്നോ? എടാ, നീ ഒന്ന് തെളിയിച്ച് പറയണ്ടേ സുധി. എന്ന് വെച്ചാ അമ്മ എനിക്ക് 14 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. ഈ വീടിന്ന് ലോൺ എടുത്തിട്ടോ? അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ 14 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. അയ്യോ എന്റെ രേവതി, നമ്മളൊക്കെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും മിക്കവാറും. എല്ലാം കണ്ടോണ്ട് നിൽക്കാം. സച്ചി, നീ വെറുതെ ചുമ്മാ ആളെ കളിയാക്കാതെ. നിന്റെ അടുത്തേക്ക് വന്നതായോ തെറ്റ്? ഒരു കാര്യം പറഞ്ഞേക്കാം, 14 ലക്ഷം രൂപയും കിട്ടിയിട്ടേ നീയും നിന്റെ ഭാര്യ ഇവിടുന്ന് സ്ഥലം വിട്ട് പോവരുത്. അവിടെ പോയി കഷ്ടപ്പെട്ട് അധ്വാനിക്ക്. എന്നിട്ട് അതിൽ നിന്നൊരു തുക ഈ വീടിന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി അയച്ചു കൊടുക്ക്. അങ്ങനെ നീ ചെയ്ത ജീവിതത്തിൽ നല്ലൊരു മാതൃക നയിക്കുന്ന ഭർത്താവും. അതിനുള്ള ശ്രമത്തിലാണ് ഇനി ഞാൻ. നന്നായ കൊള്ളാം. പിന്നെ അമ്മയുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ നീ ആ പണം എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ നോക്ക്. അതിനു മുമ്പ് ഇത്ര പ്രഹസനൊന്നും കാണിക്കണ്ട. ശരി. ഇത് പറഞ്ഞ് സുധി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇങ്ങനെ പണം തിരിച്ചു കൊടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവന്റെ മനസ്സിൽ ഇപ്പൊ ഒരു വാശിയൊക്കെ ഉണ്ട് രേവതി. ശരിയായ അവർക്ക് തന്നെ നല്ലത്. ഓക്കെ, ഇതിനുശേഷമുള്ള കിടിലൻ എപ്പിസോഡ് ആട്ടോ. ശ്രുതിയെ നന്നായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി ആ ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇനി ആ കിടിലൻ ട്വിസ്റ്റ് നടന്ന എപ്പിസോഡ് നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഇന്നിടും. ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോഴത്തെ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.